അപ്പോൾ ഈ ഒരു ബാൻഡ് എന്താ പറയുക, നമ്മൾ കയ്യിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൊബൈലുണ്ട്, അതുപോലെ തന്നെ മൊബൈലിനൊരു ട്രൈപോഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബാഗ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടോ, ഞാൻ കഴിഞ്ഞ KSRTCൻ്റെ വ്ളോഗ് അടക്കം കളഞ്ഞു. KSRTCൻ്റെ വ്ളോഗ് അടക്കം ചെയ്തത് ഈ ഒരു ആപ്പിലാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മെമ്മറി കാർഡ് എടുത്ത് ഫോണിലിടും. ആവശ്യത്തിനനുസരിച്ച് വീഡിയോ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഹായ് ഹലോ നമസ്കാരം. ഹിൽ ടോപ്പ് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു എപ്പോഴും പിന്നെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് വാട്ട്സ് ഇൻ അവർ ബാഗ്, വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രിറ്റികൾ ചെയ്തതായിക്കോട്ടെ, വ്ളോഗേഴ്സ് ചെയ്യുന്നതായിരിക്കോട്ടെ, വീഡിയോ എടുക്കുന്ന എല്ലാവരും തന്നെ അല്ലെങ്കിൽ ഓരോ ചാനലിലും നമ്മൾ കാണുന്നതാണ് ഈ ഒരു പിന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് അല്ലേ, ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ വാട്ട്സ് ഇൻ അവർ വ്ളോഗിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഒരു സാധനമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുവന്നൊരു ബാഗാണിത്. ഈ ബാഗിൻ്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഈ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നും നമ്മൾ എന്താ പറയുക ചേട്ടായി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടുതലും ഗാഡ്ജറ്റ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾക്കാണല്ലോ കുറച്ചും കൂടെ അറിയാവുന്നത്. അപ്പോൾ നല്ല ചേട്ടായി അത് വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് മാത്രമല്ല പിന്നെ ബിഗിനേഴ്സിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി. എനിക്കറിയാം കൂടുതൽ ആൾക്കാർ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഐഫോണൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ക്ലാരിറ്റി ഉള്ള മൊബൈൽ ഫോണൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള സ്ഥലത്താണുള്ളത്. ബൈതൽമലയ്ക്കൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ചിഞ്ചു പറഞ്ഞ ബാഗ് ഇതാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഒരു ബ്രൗൺ കളറാണ്, ചെറിയൊരു ബാഗാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ബാഗാണ്. ഈസി ആയിട്ട് ഒരു ബാഗ് ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല, അത്ര ചെറിയ ബാഗാണ്. അപ്പം ഈ ബാഗ് ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ 500 രൂപ താഴെ മാത്രം റേറ്റേ ഉള്ളൂ ഈ ബാഗ്. അപ്പോൾ ഞങ്ങൾ ബാഗ് വാങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി. അതായത് ഞങ്ങൾ വീഡിയോ ഷൂട്ടിങ്ങിനായിട്ട് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ക്യാമറ ഓണാക്കി നോക്കിയപ്പോൾ ഒന്ന് മെമ്മറി കാർഡ് ഒരു പ്രാവശ്യം മിസ്സായി. മെമ്മറി കാർഡ് ഇല്ല, എടുക്കാൻ മറന്നുപോയി, വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ ബാറ്ററി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ അബദ്ധം പറ്റിയപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് സെറ്റപ്പ് ചെയ്താലോ എന്നൊരു ഐഡിയ വന്നു. അപ്പോൾ ഞങ്ങളൊരു ഓൺലൈനിൽ നോക്കി നല്ലൊരു ബാഗ് എടുത്തു. അപ്പം ഒരു ഷൂട്ടിങ്ങിന് ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഈ ബാഗിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്ത് ഈ ബാഗ് എടുത്തിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും മിസ്സാവില്ല. അതിനാണ് ഞങ്ങളിങ്ങനെ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ സാംസങ്ങിൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ചിഞ്ചു ഇങ്ങോട്ടൊരു നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കള്ളിയാണ്. ഫസ്റ്റ് കള്ളിക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് വിക്സ് മുട്ടായ ഉണ്ട്. എന്താ ചിഞ്ചു എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട കള്ളി. അപ്പോൾ നമുക്ക് ഈ കള്ളി ഓപ്പൺ ചെയ്യാം. ആദ്യമായി നമ്മൾ കാണുന്നത് ഒരു പവർ ബാങ്ക് ഉണ്ട്, പവർ ബാങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഡാറ്റ കേബിള് ആവശ്യത്തിന് പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാതെ അവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കൊരു ബാറ്ററി ചാർജർ ഉണ്ട് കേട്ടോ, ബാറ്ററി ചാർജർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിൽ തന്നെ വേറൊരു പവർ ബാങ്ക് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാഗിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് പുറത്തെടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ കള്ളിയിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് ബാക്കിലൊരു കള്ളിയാണ്. ഇതിൽ നമുക്കൊരു ട്രൈപോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ വേറൊരു ട്രൈപോഡും കൂടെ ഉണ്ട്. ചിഞ്ചു എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ മൊബൈലുണ്ട്, അതുപോലെ തന്നെ മൊബൈലിനൊരു ട്രൈപോഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബാഗ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ നമ്മുടെ GoPro Hero 9 ആണ് കേട്ടോ. GoPro Hero 9 ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്.
ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുമ്പം കുറച്ച് ക്ലാരിറ്റി കുറയും, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. പക്ഷേ നല്ല ഡേ ടൈമിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ സെറ്റിങ്സൊക്കെ ഞാൻ പഠിക്കാനുണ്ട്, കുറച്ചും കൂടെ സെറ്റിങ്സ് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. പക്ഷേ അത്യാവശ്യം നമുക്ക് നല്ലൊരു വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഏറ്റവും നല്ലത് ഒരു GoPro തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഒരു ബിഗിനറെ സമയത്ത് തന്നെ വലിയൊരു എമൗണ്ട് മുടക്കി 1.5 ലക്ഷം ഒക്കെ മുടക്കി ഐഫോണൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു GoPro എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം കുറച്ചും കൂടെ കോൺഫിഡൻസ് നമുക്ക് വരും. കാരണം ഒരു പബ്ലിക്കായിട്ടൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് ട്രൈപോഡ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റില്ല. കാരണം ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പബ്ലിക്കിലേക്കൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കയ്യിലൊരു ക്യാമറ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. ആ സമയത്ത് മൊബൈൽ പിടിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുതാണ്. നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ മാറാൻ ഏറ്റവും എളുപ്പം നമുക്ക് GoPro ആദ്യം എടുക്കുന്നതാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടാവും, 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് എനിക്ക് GoPro കൊണ്ട് വളരെ നല്ല യൂസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ബാറ്ററി ഒരു 45 മിനിറ്റൊക്കെയാണ് ബാറ്ററി നിൽക്കുള്ളൂ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ GoPro ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന അഡീഷണൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജിങ് യൂണിറ്റാണ് കേട്ടോ. നമുക്ക് അടുത്ത് കാണിച്ച് നമുക്കിതിനകത്ത് 3 GoProൻ്റെ ബാറ്ററി വരെ ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ അഡീഷണലായിട്ടൊരു ബാറ്ററി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് GoPro 10 9 ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെൽസിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ. ചെറിയ റേറ്റിന് കിട്ടി, പക്ഷേ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, നല്ല ബാറ്ററിയാണ് കേട്ടോ, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ GoProയുടെ ബാറ്ററിക്ക് ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. GoProൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഒരു പുതിയൊരു ബാറ്ററിയും കൂടെ എനിക്ക് എടുക്കണം. ഇതുണ്ട്, സൈഡൊക്കെ ഒന്ന് വീർത്തൊക്കെ വരുന്നുണ്ട്, ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ യൂസ് ചെയ്യാൻ പറ്റും, വലിയ സീനിലേക്ക് വന്നിട്ടില്ല. അതിന് മുമ്പ് പുതിയൊരു ബാറ്ററി എടുക്കണം. അപ്പോൾ ഈ 2 ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അടുത്ത ബാറ്ററി ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ ചാർജ് കഴിഞ്ഞ് അടുത്ത ബാറ്ററി ഇടുമ്പം നമുക്ക് പവർ ബാങ്കിൽ ഈ ബാഗിൽ തന്നെ നമുക്കിത് പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് ബാഗിൽ ഇട്ടാൽ മതി. ആ ബാറ്ററിൻ്റെ ചാർജ് തീരുമ്പോഴത്തേക്കും അടുത്ത ബാറ്ററി ഫില്ലാവും. അപ്പം 2 ബാറ്ററിയുടെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് 4K നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അരമണിക്കൂറൊക്കെയാണ് കിട്ടുക. അരമണിക്കൂറൊക്കെ ബാറ്ററി കിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ 2 ബാറ്ററിയും 2 3 ബാറ്ററി നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റ് മൗണ്ട് നമുക്ക് ഹെൽമെറ്റിലൊക്കെ ഘടിപ്പിച്ച് വെച്ച് അത്യാവശ്യം വിഷ്വൽസൊക്കെ എടുക്കണമെങ്കിൽ ബൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് പോകുമ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഇപ്പം ഹെൽമെറ്റിൽ അങ്ങനെ ക്യാമറ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അധികം യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു കർണാടകയിലൊക്കെ പോകുകയാണെങ്കിലൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇടയ്ക്കെല്ലാം ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഒരു ഹെൽമെറ്റ് മൗണ്ട് അത്യാവശ്യം നല്ല വലിയ റേറ്റ് ഒന്നുമില്ല, ഓൺലൈനിൽ എടുത്താണ്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. അതിൽ 2 പവർ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2 പവർ ബാങ്ക് ഉണ്ട്. ഒരു 10,000 mAh പവർ ബാങ്കാണ്. 2ഉം 10,000 mAh പവർ ബാങ്കാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇത് മതി. ഒരു ദിവസമൊക്കെ ഫുള്ള് ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ കാറിനാണ് പോകുന്നെങ്കിൽ നമുക്ക് കാർ ചാർജ് ചെയ്തിടാം. പക്ഷേ കൂടുതലിടയ്ക്ക് ഞങ്ങൾ ബൈക്കിനൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് പവർ ബാങ്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ളൊരു GoProൻ്റെ ഒരു ട്രൈപോഡാണ് കേട്ടോ. അത് ഇതിൻ്റെ പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. അതായത് നമുക്ക് ഒരിടത്ത് നിന്നിട്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ ക്യാമറ ഘടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു എനിക്ക് 1400 രൂപ കണ്ടാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തപ്പോൾ. പക്ഷേ ഇത് ഇത്രേ നീളുള്ളൂ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രേ നീളുള്ളൂ. പക്ഷേ അത് കൊടുത്തിട്ടില്ല. അത് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രൈപോഡാണ്. ഇതുണ്ട്, ഇത് നമുക്ക് ഇത്രയും വലുതാക്കാൻ പറ്റും. അത്യാവശ്യം വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി, ഈസി ആയിട്ട് തന്നെ ചെറുതാക്കാനും പറ്റും. ഇതിങ്ങനെ നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കാനൊന്നും പറ്റില്ല, നമുക്ക് കൈ പിടിച്ച് യൂസ് ചെയ്യാം. വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ബാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് ഊരി പോകുന്നില്ല, സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. 3 കട്ടിങ് വരുന്നുണ്ട്. അതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെറുതാക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപോഡ് എന്ന് വെച്ചാൽ. ഇത് വേറൊരു ട്രൈപോഡാണ്. ഇപ്പോൾ ചിഞ്ചു യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രൈപോഡാണ്. നമ്മുടെ മൊബൈൽ ഹോൾഡർ ചെയ്യാൻ പറ്റിയ ട്രൈപോഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ ഈ സാംസങ്ങിൻ്റെ A71 ആണ്. 2-2.5 വർഷമായി. ക്യാമറയൊക്കെ വളരെ പിന്നോക്കം ആയി തുടങ്ങി. ആദ്യം എടുത്തപ്പോൾ നല്ല സെറ്റപ്പായിരുന്നു. നല്ല ക്യാമറ കണ്ടുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ നമുക്ക് മൊബൈലും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, വാട്സിൻ്റെ അവർ വ്ളോഗിങ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നുള്ളതൊക്കെ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കൂടുതലും അതെ തന്നെ സാധനങ്ങളുടെ പ്രൈസ്, അതല്ലെങ്കിൽ കൂടുതലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗും കൂടി ആയതുകൊണ്ട്, അങ്ങനെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, അതായത് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു, അത് ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാവോ? ഞാൻ ആദ്യം പ്രൈസ് പറയാം.
നമുക്ക് ഈ ബാറ്ററി ചാർജിങ് യൂണിറ്റിന് ഏകദേശം ഒരു 1000 രൂപ പ്രൈസ് വരുന്നത്. അതിന് ഞാൻ കാണിച്ചില്ല, വലിയ ട്രൈപോഡ് പറഞ്ഞില്ലേ, വലുതാക്കുന്ന ട്രൈപോഡ്. കാരണം ഇപ്പോൾ അത് ആ ട്രൈപോഡിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം 1100 1200 അത്ര റേറ്റേ വരുന്നുള്ളൂ. ഇതിന് 1000, ട്രൈപോഡിന് 1200. പിന്നെ ഞാൻ പറഞ്ഞു എക്സ്ട്രാ ഒരു ബാറ്ററി വാങ്ങിയതിന്, എക്സ്ട്രാ ബാറ്ററി വാങ്ങിയതിന് 1500 സംതിങ് ആണ് വരുന്നത്. മറന്നുപോയി കേട്ടോ, ഇപ്പം ഈ നെറ്റ് റേഞ്ച് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1500 അടുത്താണ് വരുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ് എന്ന് വെച്ചാൽ സാൻഡിസ്കിൻ്റെ 120 GB മെമ്മറി കാർഡാണ്, A ക്ലാസ്. എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ ഇനി ടെക്നിക്കലായിട്ട് അത്ര വലിയ സ്കില്ലോ കാര്യങ്ങളൊന്നുമില്ല. 120 GB മെമ്മറി കാർഡാണ് യൂസ് ചെയ്തത്. കാരണം പെട്ടെന്ന് ഫില്ലാവും. സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ് അതിന് ഏകദേശം 1800 ആ റേറ്റ് വരുന്ന മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെമ്മറി കാർഡാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലാപ്ടോപ്പിൽ പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചായിട്ട് മൊബൈലിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓരോ ജോലിപരമായിട്ട് കാര്യങ്ങൾക്കും എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആയിരിക്കും. എപ്പോഴും നമുക്ക് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ മൊബൈലാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ കയറുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ കയറുമ്പോൾ, അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ ടൈം, ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ലാപ്പും കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടങ്ങിയ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരിക്കാനൊക്കെ കൂടെ പറ്റില്ല. പണ്ട് തൊട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പ്രത്യേകിച്ച് അറിയാം, കുടുംബക്കാർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മൊബൈലാണ് ഇപ്പോൾ സൗകര്യം. ഞാൻ ആദ്യം എനിക്ക് മൊബൈൽ തീരെ താല്പര്യമില്ല, കാരണം ചെറിയ സ്ക്രീനാണ്, അങ്ങനെ സൂക്ഷിച്ചിരുന്ന് ഇങ്ങനെ ചെയ്ത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ മൊബൈലാണ് കൂടുതൽ ചെയ്യുന്നത്. അത്യാവശ്യം എഫക്റ്റ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രീമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് കാണിച്ചേ, ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് യുക്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് കേട്ടോ. നമുക്കെല്ലാം അറിയാം, എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത്ര സംഭവമൊന്നുമല്ല, എങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടക്കും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് യുക്കട്ടിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ KSRTCൻ്റെ വ്ളോഗ് അടക്കം KSRTCൻ്റെ വ്ളോഗ് അടക്കം ചെയ്തത് ഈ ഒരു ആപ്പിലാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മെമ്മറി കാർഡ് എടുത്ത് ഫോണിലിടും. ആവശ്യത്തിനനുസരിച്ച് വീഡിയോ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. മൊബൈലെടുത്ത വീഡിയോസിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സെലക്ട് ചെയ്തിട്ട് ഞാൻ എഡിറ്റിംഗ് പഠിപ്പിക്കുമല്ല, ഞാൻ ഏകദേശം പറഞ്ഞു തരുവാണ്. ഇതൊക്കെ ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ട് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് യുക്കട്ടാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പം ഇത് റെൻഡർ ചെയ്ത് വരാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഓവർലോഡ് വലിക്കുമ്പോഴേ. കാരണം 4K റെസൊല്യൂഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 4K തന്നെ അപ്ലോഡ് നമ്മൾ റെൻഡറിങ് ചെയ്യുമ്പം ഏകദേശം ഒരു 13 GB, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ വീഡിയോ വരുമ്പോൾ ഏകദേശം ഒരു 20 GB ഒക്കെ വരും ഏകദേശം ഒരു വീഡിയോ. അപ്പം റെൻഡർ ചെയ്ത് വരാൻ കുറച്ച് താമസമുണ്ട്. കുറച്ച് നല്ലൊരു ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. കുറച്ചുകൂടെ നല്ലൊരു ആപ്പ് സജസ്റ്റ് ചെയ്യണം. പക്ഷേ കുഴപ്പമില്ല, ഒരു 20 മിനിറ്റ് വീഡിയോ ഒക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ റെൻഡറിങ്ങിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ വേണം വീഡിയോ നമുക്ക് ഏകദേശം ഒന്ന് റെൻഡർ ചെയ്ത് വരാൻ. അറിയാലോ. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും യൂട്യൂബ് ചാനലുള്ളവരെ കാണുന്നതെങ്കിൽ എക്സ്ട്രാ ഈ വ്ളോഗിംഗ് കിറ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തത്, അതെ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ വ്ളോഗിംഗ് കിറ്റിൽ ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഞങ്ങൾക്കും അത് യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ തംബ്നെയിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ റേഞ്ചില്ലാത്ത സ്ഥലമാണ്, പിക്സാർട്ടാണ് കേട്ടോ. പിക്സാർട്ടിലാണ് ചെയ്യുന്നത് കേട്ടോ. പിക്സാർട്ടിൽ ഞാൻ പർച്ചേസ് ചെയ്തു, അതായത് സബ്സ്ക്രൈബ് ചെയ്തു. 3 മാസത്തേക്കുള്ള ചെറിയ പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ എമൗണ്ട് എടുത്ത് പർച്ചേസ് ചെയ്തു. കാരണം കൂടുതൽ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മലയാളം ടെസ്റ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ പിക്സാർട്ട് കൊള്ളാം. അത്യാവശ്യം എനിക്ക് ഫോട്ടോഷോപ്പ് ഐഡിയ ഉള്ളതുകൊണ്ടാണ് പിക്സാർട്ടിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ തംബ്നെയിൽ മാക്സിമം അട്രാക്റ്റ് ആയിട്ട് ചെയ്താലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, ആൾക്കാർക്ക് അത് ഓപ്പൺ ചെയ്യാൻ തോന്നുക. പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും. പിന്നെ ടെക്സ്റ്റ് ഫോട്ടോഷോപ്പിൽ നമ്മൾ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് മലയാളം ടെക്സ്റ്റ് ഞാൻ മൊബൈലിൽ ചെയ്യും. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാമല്ലോ. തംബ്നെയിൽ മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ട്രാവലിങ്ങിനൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ തംബ്നെയിൽ മാറ്റിയാലോ. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുക. അപ്പം തംബ്നെയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം പിക്സാർട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിക്സാർട്ടും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് വീഡിയോസ് മന്ത്ലി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെഞ്ചു 1-2 ഒക്കെ ഇടാൻ പറ്റുന്നുള്ളൂ. അത് വീക്കിലി ഒന്നെങ്കിലും വെച്ച് ചെയ്യണമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ ഇനി കുറച്ചും കൂടെ വീഡിയോസ് ഇടണം, എന്നാലേ നമ്മുടെ ചാനൽ ഒന്നുകൂടെ സെറ്റ് ആവുള്ളൂ. ചെയ്യുന്ന തിരക്കുകൾ കാരണമാണ് കൂടുതലും. ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ചെറിയൊരു സർക്കിൾ ആണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ്
സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഏതാ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു, എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കിറ്റ് ഇനിയും വലുതാക്കണം, ചെറിയ കിറ്റ് മാറ്റി വലിയ കിറ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചാനൽ വലുതാകുന്നതിന്റെ കൂടുതൽ തന്നെ ആയിരിക്കണം അത്, അല്ലേ? അതെ, അത് മാത്രമല്ല നമ്മൾ ഇത് നമ്മൾ വ്ളോഗിങ്ങിന് മാത്രം കൊണ്ടുവന്ന കിറ്റ്, അല്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബാഗിൽ ഷെയ്ഡ്സ്, ക്യാപ്സ്, പിന്നെ വാട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ടും മെമ്മറി കാർഡും അതുപോലെ ബാറ്ററിയൊക്കെ മിസ്സായതുകൊണ്ടും അല്ലെങ്കിൽ ബാഗിൻ്റെ എവിടെയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഈ ഒരു ബാഗ് എപ്പോഴും കൈ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് വ്ളോഗ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു കാര്യം ഷൂട്ട് ചെയ്യണമെന്നോ വിചാരിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ എടുക്കാം. അതുകൊണ്ടാണ് ഈ ചെറിയൊരു ബാഗിൽ ഈ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുക്കിയത്. പിന്നെ നമുക്കിനി വാങ്ങാനുള്ള ആഗ്രഹിക്കുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് എന്ന് വെച്ചാൽ ഡ്രോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്കൊരു 360 ക്യാമറ വാങ്ങിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഗോപ്രോയ്ക്ക് മുമ്പ് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമൽ വീഡിയോ എടുക്കുമ്പോൾ ഗോപ്രോൻ്റെ അത്ര ക്ലാരിറ്റി അതിനകത്തില്ല. പിന്നെ നമ്മളിപ്പോൾ ഇത്ര വീഡിയോ ചെയ്യുന്നുള്ളൂ, കൂടുതൽ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആവാനായിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഞങ്ങൾ 2 വർഷം മേലെയായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ 1 ഇയറിനുള്ളിൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചെറിയൊരു പേഴ്സണൽ വീട്ടുപരമായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് ചാനൽ ഇടയ്ക്ക് വീഡിയോസ് നിന്നുപോയി. 9 മാസത്തോളം വീഡിയോ ഇട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 6-7 മാസം കൊണ്ട് അത്യാവശ്യം വലിയ ഹാർഡ് വർക്കൊന്നുമല്ല, ചാനൽ ഏകദേശം മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട്. സംഭവം വാച്ചിങ് അവേഴ്സ് ടോട്ടൽ നോക്കുമ്പം 6000-ഓളം വാച്ചിങ് അവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ അത് 1 ഇയറിനുള്ളിൽ 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു മാസത്തേക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവും, അല്ലേ അഞ്ജു? നമ്മളാക്കും, എങ്ങനെയും കഷ്ടപ്പെട്ട് ആക്കണം. പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ഗാഡ്ജറ്റ്സ് എന്നൊക്കെ വെച്ചാൽ ഡ്രോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ 360 ക്യാമറ ഒരെണ്ണം വാങ്ങിയാലോ എന്നുണ്ട്, തീരുമാനമായിട്ടില്ല. പിന്നെ നമുക്കൊരു ഐഫോണൊക്കെ എടുക്കണം, ചാനൽ ഒന്നും കൂടെ സെറ്റ് ആക്കണം. കുറച്ച് നാട്ടിലെ കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാനൽ ഒന്നും കൂടെ ഉഷാറാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ അഞ്ജു? അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ എന്തെല്ലോ മിസ്സായവരൊക്കെ തോന്നുന്നുണ്ട്, എന്തെല്ലോ കാര്യങ്ങൾ പറയാനായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അയക്കുക. നമ്മൾ അത്യാവശ്യം പറഞ്ഞുതരാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞു, അപ്പം നമ്മുടെ വീഡിയോ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ബെല്ലൈക്കൺ ഓൾ അമർത്താൻ മറന്നു പോയിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഓൾ അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാനും പറ്റും. അതെ, അപ്പം പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് ഗുണമുണ്ടാവും. കാരണം നമ്മൾ ഇനിഷ്യലി ഇടുന്ന വീഡിയോയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന ആദ്യമേ കിട്ടുന്ന ഒരു പുള്ളിങ് പോലെയാണ് വീഡിയോൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക, മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതിലുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചിഞ്ചു, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതോടെ എല്ലാവർക്കും ബൈ ബൈ.